ഞാൻ കുറേ നാളായി ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടെന്ന് എനിക്കറിയാം. കുറച്ച് നാളായിട്ട് ഷോർട്ട് വീഡിയോസ് മാത്രമേ ഇടുന്നുള്ളായിരുന്നു. ലോങ് വീഡിയോ ഇടാനുള്ള കാര്യങ്ങളൊന്നും എൻ്റെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ലോങ് വീഡിയോ ഇടാത്തത്. ഇനി മുതൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാൻ ലോങ് വീഡിയോയിൽ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടെ കഫേയിൽ വന്നു. നമ്മൾ തൊട്ടടുത്തുള്ള ഒരു കഫേയിൽ വന്നേക്കാണ്. അപ്പോൾ ഞാൻ വെച്ചത് ലോങ് വീഡിയോ ആയിട്ട് ഇടാൻ എന്തൊക്കെ നടക്കുന്നു, ഇവിടുത്തെ ഫുഡും അത്യാവശ്യം നല്ലൊരു കുഞ്ഞ് സ്പേസ് ആണെങ്കിലും ഭയങ്കര രസം ഇവിടെ വന്നിരിക്കാനും. ഇവിടെ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും, കുഞ്ഞു കുഞ്ഞു ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റും. അതുപോലെ ഫുഡും എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഞാൻ വെച്ചത് അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം. പിന്നെ എന്തൊക്കെയാണ് നടക്കുന്നത്, നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്യുന്നതൊക്കെ ഒന്ന് കാണിക്കാം. ഇന്നത്തെ വീഡിയോ അങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും രേഖപ്പെടുത്തും. ഞാൻ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വീഡിയോയിൽ വരുത്തണം, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഇടണം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസ് കാണാനാണ് താല്പര്യം എന്നൊക്കെ ഉള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫുഡ് ഓർഡർ ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഗെയിമൊക്കെ കളിക്കാൻ പറ്റും. ഏനിയും പാപ്പും ഉണ്ട്. ഞങ്ങൾ ഈ പദം കളിക്കണം, ഞങ്ങൾക്ക് അതല്ലേ പറ്റും. അത് കഴിഞ്ഞിട്ട് യുനോ ഉണ്ട്. റോഡിന്റെ സൈഡിലായതുകൊണ്ട് നല്ല സൗണ്ട് ആട്ടോ. സോ യുനോ ഉണ്ട്. അങ്ങനെ കുറെ കാർഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ടൈമിൽ ഇരുന്ന് കളിക്കാം. ഇതാണ് എന്റെ ഫ്രണ്ട് അനുപമ. ഇവിടെ നിങ്ങളെ കുറെ വീഡിയോസിലൊക്കെ കണ്ടു കാണും. ഇവളുടെ ബ്രദറാണ് ഇവൻ, അനിയൻ കുഞ്ഞ്. ഈ വീഡിയോയുടെ ബാക്കിൽ ഇവളുടെ സ്വന്തം അനിയൻ ഇപ്പോൾ അച്ചു. അവന് വീഡിയോയിൽ വരുന്നൊന്നും അത്ര ഇഷ്ടമല്ല. അതെ അവന് ഇഷ്ടമല്ല. അവൻ വീഡിയോ എടുക്കുന്നതേ സമ്മതിക്കത്തില്ല. അപ്പൊ ഞങ്ങൾ ഗെയിമൊക്കെ ഇരുന്ന് കളിക്കട്ടെ. ഇനി ഫുഡ് വരുമ്പോൾ കാണാം. ഫുഡ് വന്ന സമയത്ത് വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. നമ്മൾ ഓർഡർ ചെയ്തത് ബർഗറും പിസ്സയും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ കുറച്ച് മൊജിറ്റോസ്, കരിക്കൻ ഷേക്കൊക്കെ ആയിരുന്നു. എല്ലാം ഒന്നിനൊന്നും വെച്ചായിരുന്നു ഗൈസ്. ഇവരുടെ ഫില്ലിങ്സ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അത്രയ്ക്ക് നല്ല ഫില്ലിങ്സ് ആണ് ഇവർ വെച്ച് തരുന്നത്. അതേപോലെ ഇവർ തന്നെയാണ് നമ്മുടെ പിസ്സയുടെ ബേസൊക്കെ, ഇവർ ബ്രെഡെല്ലാം ഇവർ തന്നെ മേക്ക് ചെയ്യുന്നതായത് തന്നെ അത് നല്ല സോഫ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇവരുടെ ഫില്ലിങ്സ് കാരണം ഇവരുടെ ഒരു ബർഗർ കഴിച്ചാൽ തന്നെ വയറ് നിറയും കേട്ടോ. കഴിച്ചിട്ടും തീരുന്നില്ല. ഇപ്പോൾ വയ്യ. എങ്ങനെയുണ്ട് ഫുഡ്? ഫുഡൊക്കെ അടിപൊളി. പക്ഷേ വയറ് നിറഞ്ഞിപ്പം ബാക്കി അടിപ്പിക്കുക. എന്നിട്ട് എണീക്കും ഞങ്ങൾ. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകാനാണ് ചാൻസ്. ഇനി എങ്ങോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും കയറിയാൽ ഞാൻ പറയാല്ലേ. നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും കയറുന്നുണ്ടോ? മേ ബി കയറുവാണെങ്കിൽ അത് കാണിക്കാം. അല്ലെങ്കിൽ ഇതായിരിക്കും ഈ വീഡിയോയുടെ വൈൻഡപ്പ്. എനിക്ക് അതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യാനോ പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല. അപ്പൊ ഈ കഫേ ഏതാന്ന് വെച്ചാൽ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ സെക്കൻഡ് ടൈമാ വരുന്നത്. ഞാനാണ് ഇവരെ കൊണ്ടുപോയത്. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? അടിപൊളിയായിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. കഴിച്ച് തീർക്കാൻ പറ്റാത്ത. ഞങ്ങൾ ആകെ വളരെ കുറച്ച് സാധനം ഓർഡർ ചെയ്തോളൂ. പക്ഷെ കഴിച്ച് തീർക്കാൻ ഭയങ്കര കഷ്ടപ്പെട്ടു. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? ഫുഡ് നൈസ് ആയിരുന്നു കേട്ടോ. അടിപൊളി. നമുക്കൊരു നൈറ്റ് ഒക്കെ വന്നിരുന്ന് ചില്ലടിക്കാൻ പറ്റിയ ഒരു സ്പേസ്. ഇവിടെ റോഡൊക്കെ കാണാം, വണ്ടി പോകുന്നത്, ലൈറ്റിങ്ങും സെറ്റപ്പ് ഒക്കെ അടിപൊളിയാണ്. സോ ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ട് പഴകുളത്ത് നമ്മൾ അടൂര് പോകുന്ന സമയത്ത് തെങ്ങന്താരക്ക് നടുക്കായിട്ട് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഡി സ്മോക്കിംഗ്. സോ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ ഇതുവഴിയൊക്കെ പോകുന്നവരാണെങ്കിൽ ഇതൊന്ന് കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും നടക്കുവാണെങ്കിൽ ഞാൻ ഇനി ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ബൈ.